ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ്. ഫസ്റ്റ് ഇയർ ഓഫ് MBBS എത്രത്തോളം ഓവർവെൽമിംഗ് ആണെന്ന് എനിക്കറിയാം. പുതിയ ബുക്സ്, ഹോസ്റ്റൽ ലൈഫ്, ഡിസെക്ഷൻ ടേബിൾ, കഡാവേഴ്സ്, ഇതൊന്നും കൂടാണ്ട് എന്തൊക്കെ മേടിക്കണം എന്നുള്ള ഡൗട്ട്സ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ MBBSൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി എസെൻഷ്യൽസ്, MBBS എസെൻഷ്യൽസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ മസ്റ്റ് ഹാവ്സിനെ കുറിച്ചൊക്കെയാണ്. ഇനി ഇതൊന്നും കൂടാണ്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഫസ്റ്റ് ഇയർ MBBSൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു സീനിയർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്ന കുറച്ച് ഡീപ്പ് ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസസും ഞാൻ തരുന്നതായിരിക്കും. അഡ്വൈസസ് അല്ല, കുറച്ച് സജഷൻ. സോ വാച്ച് ടിൽ ദി എൻഡ് ആൻഡ് ദിസ് വീഡിയോ ഇസ് ട്രൂലി ഗോണ ഹെൽപ്പ് യു. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഇയർ MBBSൽ 3 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് അനാറ്റമി, ദെൻ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. MBBSന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എനിവേസ് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്ട്സിലെ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അനാറ്റമിയാണ്. അനാറ്റമി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഈ അനാറ്റമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ തന്നെ അഗെയിൻ ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് ഗ്രോസ് അനാറ്റമി, ദെൻ ജനറൽ അനാറ്റമി, ദെൻ ഹിസ്റ്റോളജി, എംബ്രിയോളജി ആൻഡ് ന്യൂറോ അനാറ്റമി. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ MBBSന് ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളും. അപ്പൊ നമ്മൾ ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനാണെങ്കിലും കുറേ ഓഥേഴ്സ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ NCERT, അതായത് ഒരു ഫിക്സഡ് ടെക്സ്റ്റ് ബുക്ക് അല്ല ഇവിടെ. കുറേ ഓഥേഴ്സ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നമ്മൾ ഇഷ്ടമുള്ളത് എടുത്ത് നമുക്ക് വായിക്കാം. അനാറ്റമിയുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഗ്രേസ് അനാറ്റമിയും അതുപോലെ തന്നെ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഗ്രേസ് അനാറ്റമിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇംഗ്ലീഷ് ഓഥേഴ്സ് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കടുകട്ടി ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാംസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് അങ്ങനെ എടുക്കാറില്ല. റെഫറൻസ് പർപ്പസിനാണ് മെയിൻലി അത് യൂസ് ചെയ്യാം. ഇനി ഇന്ത്യൻ ഓഥേഴ്സ് എഴുതിയിട്ടുള്ള ബുക്സ് ആണ് നമ്മൾ മെയിൻലി ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അനാറ്റമിക്ക് വിശ്രാം സിംഗ്, BD ചൗര്യസ്യ, അതായത് BDC എന്ന് പറയും. ഇങ്ങനെ 2 ടെക്സ്റ്റ് ബുക്സ് ആണ് മെയിൻലി ഉള്ളത്. ഞാൻ വാങ്ങിയിരുന്നത് വിശ്രാം സിംഗ് ആയിരുന്നു. നമ്മൾ ജോയിൻ ചെയ്യുന്ന കോളേജിനനുസരിച്ച് അവിടുത്തെ പ്രൊഫസേഴ്സ് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണോ അതാണ് പൊതുവെ അവിടുത്തെ കുട്ടികൾ മേടിക്കുക. അപ്പോൾ ഞാൻ വിശ്രാം സിംഗ് മേടിച്ചതുകൊണ്ട് നിങ്ങളിപ്പോൾ ചാടി കയറി വിശ്രാം സിംഗോ അല്ലെങ്കിൽ വേറൊരു ടെക്സ്റ്റ് ബുക്കോ വാങ്ങിക്കാൻ പോകരുത്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ PDFs അവൈലബിൾ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ ആ PDFs ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണ് വായിക്കാൻ കംഫർട്ടബിൾ എന്ന് നോക്കാം. ഇപ്പം ചില ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് മനസ്സിലാവുന്നത് പോലെയൊക്കെ തോന്നില്ലേ? സോ അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് മാത്രം കടയിൽ നിന്ന് മേടിക്കാം. ഇനി കമ്മിങ് ടു ഫിസിയോളജി. ഫിസിയോളജിയുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഗൈറ്റനും അതുപോലെ തന്നെ ഗനോങ്ങും ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഫറൻസ് പർപ്പസസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. PDFs അവൈലബിൾ ആയിരിക്കും. ഇനി ഫിസിയോളജി പഠിക്കാൻ ഇന്ത്യൻ ഓഥേഴ്സ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഗീത മാമിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ GK പാൽ സാറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാനതിൽ യൂസ് ചെയ്തിരുന്നത് N ഗീത എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ബട്ട് എൻ്റെ ക്ലാസ്സിൽ കുറെ പേരൊക്കെ GK പാലും യൂസ് ചെയ്തിരുന്നു. ഇനി ബയോകെമിസ്ട്രിക്ക് വാസുദേവൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മെയിൻലി എല്ലാവരും ബയോകെമിസ്ട്രിക്ക് മേടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് വാസുദേവൻ സാറിന്റെ ആയിരിക്കും. ബുക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേഷനറീസിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം സ്കെലിറ്റൻ ബോൺസ്. നമുക്ക് ഫസ്റ്റ് ഇയർ അനാറ്റമിയിൽ ഗ്രോസ് അനാറ്റമിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ബോൺസിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഡിസെക്ഷൻ ഹോളിൽ ഈ എല്ലാ ബോൺസും അവൈലബിൾ ആയിരിക്കും. ആക്ച്വലി നമുക്ക് ഡിസെക്ഷൻ ഹോളിൽ ഡിസെക്ഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ബോണൊക്കെ കയ്യിലെടുത്ത് പഠിക്കാൻ പറ്റും. ഈ ബോണിനൊക്കെ ഓരോ മൈന്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇപ്പൊ ചിലൊരു ട്യൂബർക്കിൾ അല്ലെങ്കിൽ ഒരു ട്യൂബറോസിറ്റി, ചില റിഡ്ജ്, ചില ഗ്രൂവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ബോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ആക്ച്വലി ബോൺ ഇൻ ഡീറ്റെയിൽ പഠിക്കണം. എന്നാൽ അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ ഈ ബോണും ബോൺ സെറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത് നോക്കി പഠിക്കാം. എന്നാൽ ചിലർ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബോൺ കയ്യിൽ വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബോൺ സെറ്റ് മേടിക്കാറുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മേടിക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു കാര്യം കയ്യിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ കണ്ടിട്ടോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഐഡിയ കിട്ടും. എന്നാൽ അതൊരു മസ്റ്റ് ഹാവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്യാം. അടുത്ത കാര്യം സ്റ്റെത്തസ്കോപ്പ്. സ്റ്റെത്തസ്കോപ്പ് ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ വേണ്ട. നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടാണ് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് എന്തായാലും നമുക്ക് ഈ സ്റ്റെത്ത് വേണം. കാരണം നമുക്ക് എക്സാമിനേഷൻ ചെയ്യാനും BP നോക്കാനും ഇപ്പം CVSന്റെ എക്സാമിനേഷനൊക്കെ എന്തായാലും വേണ്ട സാധനമാണ്. എന്നാൽ ഫസ്റ്റ് ഇയറിൽ ആകെ സ്റ്റെത്തിന്റെ ഒരു ആവശ്യം വരുന്നത് ഫിസിയോളജി ലാബിൽ നമുക്ക് BP നോക്കണം. ഇത് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെത്ത് വേണം. പക്ഷേ ഫിസിയോളജി ലാബിൽ തന്നെ നമുക്ക് വേണ്ട സ്റ്റെത്ത് ഒക്കെ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഇയറേ സ്റ്റെത്ത് മേടിക്കണ്ട. ഇനി എനിക്ക് തോന്നുന്നു പലർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഫസ്റ്റ് ഇയറിൽ 2 സ്റ്റെത്തസ്കോപ്പ് ഗിഫ്റ്റ് കിട്ടിയിരുന്നു. ഇനി വേണ്ട ഒരു മസ്റ്റ് ഹാവ് ആണ് ഡിസെക്ഷൻ കിറ്റ്. അതായത് നമ്മൾ ഡിസെക്ഷൻ ചെയ്യുന്ന സമയത്ത് സ്കിന്നൊക്കെ ഇൻസിഷൻ ഇടാൻ വേണ്ടിയിട്ടും അതിങ്ങനെ റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സ്കാൽപ്പൽ, ഫോർസെപ്സ് ഇങ്ങനത്തെ സാധനമൊക്കെയുള്ള ഒരു ഡിസെക്ഷൻ കിറ്റ് എന്തായാലും മേടിക്കണം. അത് നിങ്ങൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് ഡിസെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോളേജിലുള്ള കോപ്പറേറ്റീവ് സ്റ്റോറിനോ മറ്റോ മേടിച്ചാൽ മതി. ഇനി അടുത്ത വേണ്ട സ്റ്റേഷനറി തിങ് നോട്ട് ബുക്സ്, കളർ, പെൻസിൽസ്, പിന്നെന്താ ഹൈലൈറ്റേഴ്സ്, ഇങ്ങനെ നമ്മൾ എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് അബൌട്ട് ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്. നമുക്ക് ആക്ച്വലി PG പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് കുറേ കോച്ചിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. മാരോ അല്ലെങ്കിൽ ഡോക് ട്യൂട്ടോറിയൽസ്, പ്രെപ്പ് ലാഡർ, ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ 3rd ഇയറിലാണ് മാരോ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. ഇനി ഫസ്റ്റ് ഇയർ തൊട്ടേ ഇതൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി വേണ്ടെന്നാണ് സീനിയേഴ്സ് ഒക്കെ പറയാറുള്ളത്. ഒരു 2nd ഇയർ ഒക്കെ തൊട്ട് ഇങ്ങനെ PG കോച്ചിങ് ആപ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാറുള്ളത്. എനിവേസ് നിങ്ങൾക്ക് ഇപ്പോഴേ നീറ്റ് PG പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ ഒരിക്കലും ഒരു മസ്റ്റ് ഹാവ് തിങ് ഒന്നും അല്ല കേട്ടോ. അതായത് ഫസ്റ്റ് ഇയർ തൊട്ടേ മസ്റ്റ് ഹാവ് തിങ് ഒന്നും അല്ല. ഇനി ഫസ്റ്റ് ഇയർ MBBSന് മാത്രം മലയാളത്തിൽ ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ഫോവിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങളെ നിങ്ങളുടെ MBBS പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ഈസ് ആക്ച്വലി യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ്, അതിപ്പം ഡിസെക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽസിന് എക്സാമിനേഷനൊക്കെ ചെയ്യേണ്ട സ്റ്റെപ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ തിയറി പഠിപ്പിച്ചിരുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഇഷ്ടംപോലെ ചാനൽസും അതുപോലെ തന്നെ ഇഷ്ടം പോലെ വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് യൂട്യൂബ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാം. MBBS ലൈഫ് വീഡിയോസും അതുപോലെ തന്നെ മെഡ് സ്കൂൾ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാനും വരുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി നിങ്ങൾക്ക് MBBS ലൈഫിൽ വേണ്ട ഡിജിറ്റൽ ഡിവൈസസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ MBBS ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപകാരം അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഐപാഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐപാഡ് മേടിക്കണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് MBBSന് എനിക്ക് എത്രത്തോളം ഈ ഒരു ഐപാഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. സോ അതേ കാര്യം ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു മസ്റ്റ് ഹാവ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരവും അല്ലെങ്കിൽ ഉപയോഗം ഒക്കെ ഉണ്ടാവുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഐപാഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ്. ഇനി നിങ്ങൾക്ക് ലാപ്ടോപ്പ് വേണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി ലാപ്ടോപ്പിനേക്കാളും MBBS ലൈഫിൽ ഉപകാരപ്രദമാവുക ഐപാഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് ആയിരിക്കും. എന്നാൽ ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ട് വേറെ ചില ഉപകാരങ്ങളുണ്ട്. നമുക്കിപ്പം PPTs ഒക്കെ ഉണ്ടാക്കാൻ വരും ചിലപ്പം, എസ്പെഷ്യലി അത് 2nd ഇയർ തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുക, PPTസും പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ 3rd ഇയറിലാണെങ്കിൽ നമുക്കൊരു റിസർച്ച് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ റിസർച്ചൊക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ നമുക്ക് ലാപ്പിൽ യൂസ് ചെയ്യുമ്പോഴാണല്ലോ കംഫർട്ടബിൾ ആവുക. അപ്പോൾ ആ സമയത്തൊക്കെയാണ് എനിക്കൊരു ലാപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ MBBSൽ എനിക്ക് അങ്ങനെ ലാപ്പ് വേണമായിരുന്നു എന്ന് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ആക്ച്വലി ലാപ്ടോപ്പ് ഇല്ല, ഐപാഡ് ആണല്ലോ. അതിൽ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ബാക്കി വേണ്ട ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നല്ലോ. ഫോണ്, പിന്നെ ഇയർപോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കാണാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സുഖമായിരിക്കും. പിന്നെ നമ്മൾ യൂഷ്വലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ. ഇനി കമ്മിങ് ടു ദ ഡ്രസ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു MBBS ലൈഫിൽ. കാരണം നമ്മളെ ഫോർമൽസ് മാത്രമാണ് ഇടാൻ സമയത്തുള്ളൂ. എസ്പെഷ്യലി അത് കേരളത്തിലുള്ള കോളേജുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോർമൽസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പുറത്ത് ഇപ്പം എയിംസിലൊക്കെ അത് അത്ര സ്ട്രിക്റ്റ് അല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോളേജിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമുക്ക് ജീൻസ് ഒന്നും ഇപ്പോൾ ഡിസെക്ഷൻ ഹോളിലൊന്നും അലൗഡ് അല്ല. പക്ഷേ നോർമൽ തിയറി ക്ലാസ്സസിലൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ പൊതുവെ എപ്പോഴും നമ്മൾ കുർത്താസ്, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ കുർത്താസ്, ഫോർമൽ പാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്ലിനിക്സിലോട്ടും ക്ലാസ്സസിലോട്ടൊക്കെ ഇടുക. ബോയ്സ് ആണെങ്കിൽ എപ്പോഴും ഫോർമൽ വെയറിൽ തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ MBBSന് ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ ജീൻസും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് ഒക്കെ ആയിരുന്നുള്ളൂ. അതൊന്നും നമുക്കിവിടെ അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് കുറേ എക്സ്ട്രാ കുർത്താസ് ഒക്കെ മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ അതൊക്കെ ആദ്യമേ മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഷൂസ്. നമ്മൾ ഡിസെക്ഷൻ ഹോളിൽ കയറുമ്പോൾ ഷൂസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഫാക്കൽറ്റീസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഇട്ടില്ലെങ്കിൽ അങ്ങനെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഷൂസ് ഇടുന്നതായിരിക്കും നല്ലതെന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വൈറ്റ് കോട്ട് എന്തായാലും MBBSൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പം ഞങ്ങളുടെ കോളേജിലൊക്കെ ഹാഫ് സ്ലീവ് ആണ് വൈറ്റ് കോട്ട്, പക്ഷേ എയിംസിലൊക്കെ ഫുൾ സ്ലീവ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കോളേജിനനുസരിച്ച് നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇനി കോളേജ് അല്ലെങ്കിൽ ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ കുറിച്ച് പറഞ്ഞാൽ, ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഓൾറെഡി
കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് പരിചയമുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി ഹോസ്റ്റലിൽ പോകുമ്പോൾ മേടിക്കേണ്ട ബെഡ് അല്ലെങ്കിൽ മാട്രസ്, പിന്നെ ബക്കറ്റ്, മഗ്, ടോയ്ലറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു എന്ന് ഉറപ്പ് വരുത്തും. നിങ്ങൾ വീട്ടിൽ നിന്നേ മേടിച്ച് ഹോസ്റ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹോസ്റ്റലിൽ പോയതിന് ശേഷം അതിൻ്റെ ചുറ്റിലും കുറേ കടകളൊക്കെ ഉണ്ടാവും, അവിടുന്ന് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ ദൂരെന്നേ വരികയാണെങ്കിൽ വണ്ടിയിൽ അതൊക്കെ എടുത്ത് വരേണ്ടത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് എൻ്റെ കുറച്ച് ജെന്യൂൻ ആൻഡ് ഓണസ്റ്റ് അഡ്വൈസസ് ഫോർ ദ ന്യൂ MBBS സ്റ്റുഡൻസ്. നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചത് ഈ ഒരു ഒറ്റ സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ഡിസെക്ഷൻ, വൈറ്റ് കോട്ട്, സ്റ്റെത്ത്, ഇതൊക്കെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഫാൻസി ആയിട്ടുള്ള തിങ്സ് ആയിരുന്നു. ബട്ട് വൺസ് യു ജോയിൻ MBBS, ഇതൊന്നും ഇനിയൊരു ഫാൻസി തിങ്സ് അല്ല, ഇത് നിങ്ങളുടെ റിയാലിറ്റിയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും. MBBS is never bed of roses. കാരണം നമ്മൾ എപ്പോഴും നീറ്റിന് പഠിക്കുന്ന സമയത്ത് MBBSന് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിലെ സൂപ്പർ ചാപ്റ്റർ, അല്ലെങ്കിൽ പിന്നെ ലൈഫ് ഈസ് ഗോയിങ് ടു ബി വെരി ഹാപ്പി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷേ ഇവിടെയും ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്ന ടൈംസ് വന്നേക്കാം. അതായത് നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചത് ഇനിയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈ കോഴ്സിന് സീറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഡോണ്ട് ടേക്ക് എവറിത്തിങ് ടു പേഴ്സണലി. നമ്മുടെ സ്കൂൾ ലൈഫ് പോലെ ആയിരിക്കില്ല ഇവിടെ. ചിലപ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ നമ്മളെ വേണ്ടതിനും ചിലപ്പോൾ വേണ്ടാത്തതിനൊക്കെ ചീത്ത പറയും. പണ്ടൊക്കെ ടീച്ചേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊന്നും ഇവിടെ അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതൊക്കെ കരുതിയിട്ട്, അതായത് ആദ്യമേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം വരേണ്ടത്. പിന്നെ MBBS ലൈഫിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ട്രൈ ടു ആക്സെപ്റ്റ് ഫെയിലിയേഴ്സ് ഓൾസോ. നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ 100 മാർക്കിൻ്റെ എക്സാം എഴുതിയാൽ 99, 98, 95 ഒക്കെ കിട്ടുന്ന സമ്പ്രദായം ഇനിയില്ല. 100 മാർക്കിൻ്റെ എക്സാം എഴുതിയാൽ ടോപ്പറായിട്ടുള്ള കുട്ടിക്ക് പോലും കിട്ടുന്നത് 85, 88, അങ്ങനത്തെ 88ഒക്കെ ഭയങ്കര റെയറാണ്. 80, 82 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. പാസ്സാവുക പറഞ്ഞാൽ 50 മാർക്കാണ് കിട്ടൽ. പാസ്സാവലായിരിക്കും ഇവിടെ പലരുടെയും ലക്ഷ്യം. നിങ്ങൾ എപ്പോഴും നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്ത് പഠിക്കുക. പക്ഷേ ആദ്യമൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ലെങ്കിലൊന്നും ആകെ സങ്കടപ്പെട്ട് ഇരിക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മൾ ഓരോരുത്തരും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ചിലർ പഠിക്കാൻ ഭയങ്കര സ്മാർട്ടായിരിക്കും, ഒന്ന് ക്ലാസ്സിലിരുന്നാൽ തന്നെ വേഗം എല്ലാം മനസ്സിലാവും, വീണ്ടും പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഓർമ്മശക്തിയൊക്കെ കുറവായിരിക്കും, അപ്പം കുറേ സമയം ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇരുന്നാൽ മാത്രമായിരിക്കും അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനിരുന്നാൽ ഒരു കാര്യമില്ല. കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സങ്കടം വരുന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനമല്ലേ. അപ്പോൾ കമ്പാരിസൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർത്തും. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളടുത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് നമ്മുടെ ഹൈ പൊട്ടൻഷ്യൽ എത്തുക എന്നുള്ള രീതിക്കായിരിക്കണം നമ്മൾ പഠിക്കുകയും അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയൊക്കെ വേണ്ട. അല്ലാണ്ട് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് നിൽക്കാൻ നിന്നാൽ നിങ്ങൾക്ക് സങ്കടപ്പെടാനേ സമയം ഉണ്ടാവും. ഇനി എനിക്ക് തരാനുള്ള ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഫൈനലി യു ആർ ഔട്ട് ഓഫ് ദിസ് നീറ്റ് ലൂപ്പ്. നീറ്റിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതായത് ഉണ്ടാവും, എങ്കിൽ കൂടെ നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നിനും സമയം കൊടുക്കാണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കങ്ങനെ കാര്യമായിട്ട് ഫ്രണ്ട്ഷിപ്പിനൊന്നും കൊടുക്കാൻ ടൈം ഉണ്ടായിരുന്നു എന്ന് വരില്ല. പക്ഷേ ഇനി നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ 5.5 years ഓഫ് ലൈഫാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആവുന്ന ടൈംസ് ആർ ഗോയിങ് ടു കം. അവിടെയൊക്കെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്ഷിപ്സ് വേണം. ആൻഡ് ഐ വിഷ് യു എ വെരി നൈസ് MBBS ലൈഫ് എഹെഡ്. അങ്ങനെ എപ്പോഴും നൈസൊന്നും ആയിരിക്കില്ല, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും, ചിലപ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആവും. പക്ഷെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ യെറ്റ്, please do subscribe. I'll be coming with a lot of med vlogs and neat talks and all. Thank you so much.